സഹോദരന്മാരെ, മൗത്തിന്റെ നേരത്ത് സലാമത്ത് വേണം. അതിനേതെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദായിമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം. ചില വിഷയങ്ങളൊക്കെ നല്ല കരുതലോടെ നമ്മൾ ചെയ്യണം. ലാഘവത്തോടെ കാണുന്ന ചില വിഷയങ്ങളുണ്ട്. ഞാൻ ചുരുക്കി എണ്ണ ഒരു 5 നമ്പറുകളുണ്ട്. ലാഘവത്തോടെ കാണുന്നതാണ്. പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു. എല്ലാവരും ശരിക്കും മനസ്സിലാക്കും. പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞതല്ല, നമുക്ക് പറയാൻ ഒരു യോഗ്യത അർഹതയില്ല, ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ അങ്ങ് പോയി പോകും. പേടിക്കേണ്ട വിഷയമാണ്. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ അത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. 99% ആൾക്കാരും ശ്രദ്ധിക്കാത്തവരാന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. കേട്ടു നോക്കുമ്പോ എല്ലാവർക്കും അറിയും. ഒന്നാമത്തെ നമ്പർ ഏതാണെന്നറിയോ? അൽ കലാമു ബി കലാമി ദുനിയാ ഇന്ദ സമായി അദാൻ. ജീവിതത്തിൽ ഇനി ഉണ്ടായി പോകരുത് ബാങ്ക് കേൾക്കുന്ന നേരത്ത് ഭൗതിക സംസാരം സംസാരിക്കൽ. ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബാങ്ക് കൊടുക്കുമ്പോ ഫോൺ വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യോ? അതന്നെയല്ലേ ഇപ്പൊ പണി. ബാങ്കൊക്കെ അവിടെ പരിഗണിക്കുന്നവരെത്ര? പഴയ കാലത്തൊക്കെ ബാങ്ക് കൊടുക്കും. പഴയ കാലത്തൊക്കെ പള്ളിന്റെ മുന്നിലൂടെ ഒരു അനൗൺസ്മെന്റ് പോകുകയാണെങ്കിൽ എല്ലാ ജാതിക്കാരും മതക്കാരും പള്ളി അടുത്തെത്തുമ്പോൾ അനൗൺസ്മെന്റ് നിർത്തുമായിരുന്നു, അല്ലേ? പിന്നെ പള്ളി കഴിഞ്ഞിട്ടാ തുടങ്ങുക. കാരണം പള്ളിയിൽ ഓതുന്നോ നമസ്കരിക്കണോ ആരെങ്കിലും ഉണ്ടാവുന്നത് ഇപ്പോഴോ? കാരണം നമ്മൾ ആദ്യം ചെയ്തു കൊടുത്തു. പള്ളി കണക്കാ, പത്രാസും കണക്കാൻ ചെയ്തു. ഇത് പിന്നെ അവരും ചെയ്തു. എന്ത് പറയാനാ? ബാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈമാൻ പോയി പോകും. അത് കരുതേണ്ട ഒരു വിഷയമാണ്. ചില്ലറ കാര്യമില്ല, വലിയൊരു വിഷയമാണ്. ഫോണ് വന്നാൽ അവിടെ നിന്നോട്ടെ, അതിലുണ്ടാവുമല്ലോ നമ്പറൊക്കെ. ബാങ്ക് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരെ? എത്ര തിരക്കുള്ളതാണെങ്കിലും അത് നമ്മൾ ശരിക്കും മുറുകെ പിടിക്കണം. എന്താ വിഷയം എന്നറിയോ? എന്റെ ഉസ്താദെ, ബാങ്കിനെങ്ങനെ പരിഗണിക്കാൻ കാരണം? ആ ബാങ്കിലെ ഏറ്റവും അധികം പറയുന്ന വാചകം അറിയോ? അല്ലാഹ്. ജലാലത്തിന്റെ ഇസ്മല്ലേ അതിലേറ്റവും ഉള്ളത്. ഹയ്യാൽ സ്വലാ ഹയ്യാൽ ഫലാ മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ കലിമകളിലും ഉണ്ട് അല്ലാഹ്. ആ അല്ലാഹുവല്ലേ തുടക്കം നമ്മൾ കേട്ടത്. ലാസ്റ്റും ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്ക് കൊടുക്കുമ്പോ അങ്ങനെ ഭൗതിക സംസാരം സംസാരിച്ചാൽ മോശമല്ലേ? ഹദീസിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്നല്ലോ, മൻ തകല്ലമ ഇൻദൽ അദാൻ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒരാൾ ഭൗതിക സംസാരം സംസാരിച്ചാൽ യതലജിലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. മരിക്കുന്ന നേരത്ത് അവന്റെ നാവ് ഇങ്ങനെ പിടച്ചു കളിക്കും. കലിമ ചൊല്ലാൻ ഓർമ്മയുണ്ട്, പക്ഷേ ചൊല്ലാൻ കിട്ടൂല. നാവ് പടച്ചു പോകും, തത്തിക്കളിച്ചു പോകും. ചൊല്ലാൻ അവന്റെ നാവിന് ഉറപ്പ് വരൂല. ബാങ്ക് കൊടുക്കും. നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കും. ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കും. മോനെ മിണ്ടരുത്, ബാങ്ക് കൊടുക്കണ്ടെന്ന് പറയും. അപ്പൊ നമ്മളെ കുട്ടി ബാങ്ക്, കുട്ടിക്ക് ബാങ്ക് എന്നാ തീരാനായിട്ടില്ല. കുട്ടി ശരി ബാങ്ക്. വാപ്പ പറഞ്ഞു ബാങ്ക് കൊടുക്കണ്ട്, ബാങ്ക് ഉണ്ടെന്ന. പിന്നെ വാപ്പ സംസാരം എന്നുള്ള കുട്ടി നോക്കുകയാണ്. ബാങ്ക് കൊടുത്തതിന് ശേഷം ദുആക്കെ കഴിഞ്ഞതിന് ശേഷം വാപ്പ സംസാരം, കുട്ടി സംസാരിക്കുക. ഇതിങ്ങനെ തുടർന്നു പോരുന്നതിനിടക്ക് ബാങ്ക് കൊടുക്കുമ്പോ ഒരു ദിവസം കാര്യഗൗരവമുള്ള വിഷയങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു വാപ്പ ബാങ്ക് കൊടുക്കണ്ടേ. അപ്പൊ നമ്മൾ അതാ അടക്കണം. കുട്ടിന്റെ കൽവ് എല്ലാ ബഹുമാനവും പോയി. അങ്ങനെ കുട്ടി മനസ്സിലാക്കി ഇങ്ങനെ വല്ല കാര്യഗൗരവമുള്ള വിഷയങ്ങളും പറയുകയാണെങ്കിൽ ബാങ്ക് പ്രശ്നമല്ല. അതല്ലേ ഇപ്പൊ ഒച്ചട്ടിന്റെ അർത്ഥം? അതല്ലേ ഇപ്പൊ വാപ്പ കണ്ണു നെട്ടു നോക്കിന്റെ അർത്ഥം? പോയി, ബഹുമാനം പോയി. പിന്നെ ആ ബഹുമാനം കൽവിൽ കുടികൊള്ളാൻ വലിയ പല. നിങ്ങൾ ആലോചിച്ചോക്ക്, ബാങ്ക് ചില്ലറ കാര്യമാണ്. അതുകൊണ്ട് ബാങ്കിനെ നന്നായി ബഹുമാനിക്കണം. ജലാലത്തിന്റെ ഇസ്മിന്റെ ബഹുമാനം വലിയൊരു ബഹുമാനാണ്. അല്ലാഹ് അല്ലാഹ്, വലിയൊരു ബഹുമാനമുള്ള വാചകമല്ലേ ആ വാക്ക് തന്നെ? അല്ലാഹ് അല്ലാഹ് എന്നുള്ള വാക്കിന് എത്ര വലിയ ബഹുമാനമുള്ളതാണ്. അത് ആവർത്തിച്ച് പറയുന്ന, ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് ബാങ്ക്. ആ ബാങ്ക് വിളിക്ക് നമ്മൾ നല്ല ബഹുമാനം കൽപ്പിക്കണം. നമ്മളെ പഴയ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, പഴയ കാലത്ത് ഹൗലുങ്കരയിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉദു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ബാങ്ക് കഴിഞ്ഞിട്ടേ ഉദു കൊടുക്കും. എന്തിനാ? പൂർണ്ണമായിട്ട് ഉത്തരം പറയണം. അങ്ങനെ വേണമെന്നുണ്ടോ? ഉദു കൊടുക്കുമ്പോഴും ജവാബ് പറയാലോ. പക്ഷെ അതിനൊരു തടസ്സമാകണ്ട. ബാങ്ക് കഴിഞ്ഞോട്ട്, എന്നിട്ട് റാഹത്തില് അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തിയൊക്കെ ചൊല്ലിയിട്ട് കണ്ട് ഉദു കൊടുക്കാന്ന് കേട്ടു. അങ്ങനെയാണ് അവർ ഉദു കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഒരു ജവാബ് മുടങ്ങരുത് എന്നാണ്
അവരെ മനസ്സിലുള്ള ധാരണ. അത് വലിയ ഷർഫുള്ള കാര്യമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ബാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരിക്കാൻ പാടില്ല. അത് വലിയൊരു വീക്ക്നെസ്സാണ്. ഈമാൻ അങ്ങ് പോയി പോകും. ഹാറൂൻ റഷീദിന്റെ ഭാര്യ മരണപ്പെട്ടു. രാജാവാണ് ഹാറൂൻ റഷീദ്. മരണപ്പെട്ട ശേഷം ഭാര്യയെ ബന്ധുക്കൾ സ്വപ്നത്തിൽ കണ്ടു. ഭാര്യ എങ്ങനെ ഇരിക്കുന്നു അറിയങ്ങള്? നല്ല പച്ചപ്പട്ടി വിരിച്ചിട്ട്, പച്ചപ്പട്ടാണ് മിൻ ഖുദുരിൻ സുന്ദുസിൻ വഇസ്തബ്റഖ്, പച്ചപ്പട്ടാണ് സ്വർഗത്തിലെ വസ്ത്രം. പച്ചപ്പട്ടി വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹാറൂൻ റഷീദിന്റെ ഭാര്യ, രാജാവിന്റെ ഭാര്യ. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം അല്ലാഹുത്തആല തരാന് ഏറെ അല്ലാഹുത്തആല പരിഗണിച്ച കാര്യം എന്താണ്? അപ്പൊ ഹാറൂൻ റഷീദിന്റെ ഭാര്യ പറയുന്നത്, എന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി വൈകുന്നേര സമയത്ത് മഗ്രിബിന് ശേഷം സാധാരണ എന്റെ മുന്നിൽ പാട്ടുപാടി സുഖിപ്പിക്കുന്ന പാട്ടുകാര് വന്നു. ദഫ് മുട്ടാനുള്ള ദഫുകളൊക്കെ അവർ ഒരുക്കി വെച്ചു. മുട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ, പാടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു ഭാഗത്തുനിന്ന് വാങ്കുവിളി വന്നു. വാങ്കുവിളി വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുട്ടരുത്, നിങ്ങൾ പാടരുത്. അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളം വാങ്കുവിളി വരുന്നുണ്ട്. നിങ്ങളത് കഴിയുന്നത് വരെ ഒന്നും സംസാരിക്കരുത്. ഇത് അള്ളാഹു പരിഗണിച്ചു. ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താ? അത് ബഹുമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബഹുമാനം. ഖുർആൻ തന്നെ പറഞ്ഞ അങ്ങനെയല്ലേ, ഉമയ്യ അള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ അടയാളങ്ങളല്ലേ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളമല്ലേ വാങ്കുലി. അതിനെ ബഹുമാനിച്ചാല് ഖൽബിൽ തഖ്വയുണ്ട് എന്നുള്ളതിന് ഉറപ്പാ, സംശയിക്കണ്ട. ഖൽബിൽ ഈമാൻ ഉണ്ട് എന്ന് ഉറപ്പാ. അപ്പൊ ആ ഒരു ഈമാൻ നമ്മളിൽ നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും സഹോദരന്മാരെ, സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ആംഗ്യം കാണിച്ചു സംസാരിക്കരുത്, വാങ്ങുകൊടുക്കണ്ട്. ആ ഒരു ബഹുമാനം നിലനിർത്തണം. രണ്ടാമത്തെ ഒന്ന്, അതിൽ തന്നെ ഒന്നാം നമ്പറിൽ തന്നെ കേട്ടാൽ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ. മഹാന്മാര് പറഞ്ഞു, ഇന്ദ സമായി ഖുർആൻ, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുമ്പോ സംസാരിച്ചാൽ, ഖുർആൻ കേൾക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈമാന് പോയി പോകുന്നതാണ്. ഖുർആൻ എത്രമാത്രം വലിയ ബഹുമാനമാണ് നിങ്ങൾ നോക്ക്. ഒരു ആലിമ് വരുമ്പോ, ഒരു സയ്യിദ് വരുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്താണല്ലോ, സുന്നത്തുണ്ട്. അങ്ങനെ ബാപ്പ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, ഉമ്മ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, ഭർത്താവ് വരുമ്പോ ഭാര്യ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്, യതീം കുട്ടി വരുമ്പോ യതീം കുട്ടിനെ ബഹുമാനിച്ചിട്ട് എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. എന്നാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി, 2ാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുന്നു, 2 ജുസ് മുസാഫും പിടിച്ചിട്ട്, അല്ലെങ്കിൽ 1 ജുസ് മുസാഫും പിടിച്ച് ഒരു കുട്ടി വരികയാണ്. അപ്പൊ ആ കുട്ടിന്റെ കയ്യിൽ മുസാഫല്ലേ ഉള്ളത്. സിറ്റ് ഔട്ടിലിരിക്കുന്ന നമ്മൾ എണീറ്റ് കൊടുക്കൽ സുന്നത്താണ്. കുട്ടിന്റെ കയ്യിലുള്ള മുസാഫിന്റെ ബഹുമാനം കൊണ്ടാണ്. കുട്ടിനോടുള്ള ബഹുമാനം വരാൻ കാരണം കയ്യിൽ മുസാഫുണ്ട്. മുസാഫ് കാണുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്തല്ലേ. ഒരാൾ മുസാഫും പിടിച്ചിങ്ങനെ വരികയാണ്. അതാ ഒരാൾ വീട്ടിൽ നിന്ന് മുസാഫുമായിട്ട് വരികയാണ് പള്ളിയിലേക്ക്. നമ്മൾ പള്ളിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാളങ്ങ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായും എണീറ്റ് പോകണം. കാരണം ഖുർആൻ കണ്ടിട്ടാണ് എണീറ്റ് നിൽക്കുന്നത്. അത് സുന്നത്താണ്, വലിയൊരു ആദരവാണ്. ഖുർആൻ കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ ഓതുന്നതിനിടയിൽ സംസാരം പാടില്ല. അല്ലാഹു തആലാന്റെ കലാമ് ആര് ഓതി എന്നുള്ളതല്ല വിഷയം. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞു തന്നെ, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ആര് ഓതി എന്നുള്ളത് പ്രശ്നമല്ല. ടേപ്പ് റെക്കോർഡ് ഓതിയാലും ശരി, മൊബൈൽ ഓതിയാലും ശരി, കമ്പ്യൂട്ടർ ഓതിയാലും ശരി, തത്ത തന്നെ ഖുർആൻ ഓതിയാലും ശരി. വൈദാ ഖുരിഅൽ ഖുർആനു എന്നാ പറഞ്ഞത്, ഖുർആനല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ ആര് ഓതി എന്നുള്ളത് വിഷയമല്ല. ഖുർആൻ ഓതപ്പെട്ടാൽ എവിടെ ഓതി എന്നുള്ളതും വിഷയമല്ല. ഫസ്തമിഊ ലഹു വൻസിതു, അത് കേട്ടാ ചെയ്യേണ്ടത് സാഗൂതം ശ്രവിക്കണം, ഒന്നും മിണ്ടാൻ പറ്റൂല. ഖുർആനോത്ത് തീർന്നിട്ടല്ലാതെ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊരു വലിയ ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആന്റെ വഹി ഇങ്ങനെ ഓതുമ്പോ
അത് കേൾക്കുന്ന പുതിയ പുതിയ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് കൈപിടിച്ചിട്ട് വിശ്വസിക്കാം. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ? അവിടെയുള്ള സത്യനിഷേധികളായ ആൾക്കാർക്ക് തോന്നി ഈ ഖുർആൻ കേട്ടിട്ടാണല്ലോ ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പോണത്. അപ്പൊ അവര് പറഞ്ഞു ലാ തസ്മഉ ലി ഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കരുത് കേട്ടോ. കുറെ ആൾക്കാർക്ക് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു. ആളുകള് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു. മക്കയിലേക്ക് വന്നപ്പോ കാതിൽ വെക്കാൻ പഞ്ഞ് അത്ര വെച്ചാണ് കൊടുക്കല്ല, കേൾക്കാതിരിക്കാൻ. ആ പഞ്ഞ് കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു. മക്കത്തിന്റെ ബൗണ്ടറിക്ക് എത്തി മുമ്പിൽ പഞ്ഞൻ കൊടുത്തു, കാതിലാണ് വെച്ചു കൊടുത്തു, 2 കാതിൽ. എന്തിന്? ഖുർആൻ കേൾക്കത് കേട്ടാൽ കൂടിപ്പോകും. കുറച്ചു കാലൊക്കെ ഈ പഞ്ഞിങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു പഞ്ഞാണ് എടുത്തിട്ട് പോലെ ഞങ്ങൾ ഖുർആൻ ഒന്ന് കേട്ടപ്പോ വിശ്വാസം ചെയ്തു. കണ്ടോ? അപ്പൊ അവരെ തീരുമാനാണ് ലാ തസ്മഉ ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ കേട്ടാ വൽഗൗ ഫീഹി, അപശബ്ദങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. ഇതാര പണിയാണ്? വഖാലല്ലദീന കഫറൂ, സത്യനിഷേധികളെ പണിയാണ്. ഖുർആൻ കേൾക്കരുത്, കേട്ടാൽ നിങ്ങൾ അപശബ്ദം ഉണ്ടാക്കണം. ഞങ്ങളെ കൽബക്കത് കേറൂലല്ലോ, അത് കേട്ടിട്ട് ആരും കുടുങ്ങൂലല്ലോ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നിടത്ത് വാള് വെക്കാൻ പാടില്ല, ഖുർആൻ ഓതുന്നിടത്ത് ബുർദ വെക്കാൻ പാടില്ല, ഖുർആൻ ഓതുന്നിടത്ത് സംസാരിച്ചിരിക്കാൻ പാടില്ല. അങ്ങനത്തെവർ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണം. ഖുർആനോത്ത് അവിടെ സ്വസ്ഥമായി നടക്കണം. കുട്ടികൾക്കിടയിൽ വെച്ച് അവർ ഖുർആനോതാണ്, അതിനിടയിൽ വെച്ച് നമ്മൾ ശബ്ദിച്ചുകൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അത് ശ്രദ്ധിച്ചിങ്ങനെ കേട്ടിരുന്നാൽ അതുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട്, നമ്മുടെ ഖൽബ് നന്നാകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളും ഖുർആൻ കേൾക്കണമെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് ഖുർആൻ ഓതാതെ കിടക്കുന്നത്? നബി ഇമാം തങ്ങൾ പറഞ്ഞു ഖുർആനുമായി ഒരു ദിവസത്തെ ബന്ധം പോലും ഒരു മുഅ്മിന് മുറിക്കാൻ പറ്റൂല. അപ്പൊ നബി ഇമാം തങ്ങൾ അവിടെ സംശയം ഉന്നയിച്ചു. ജനാബത്തുകാരനും ഹൈലുകാരിയായ പെണ്ണും നിഫാസുകാരിയായ പെണ്ണും എന്ത് ചെയ്യണം? തങ്ങൾ പറഞ്ഞു, നബി ഇമാം തങ്ങൾ പറഞ്ഞു അവര് ഖുർആനിലേക്ക് നോക്കണം. നോക്കാൻ കഴിയുമെങ്കിൽ മറിച്ചു വെച്ച ഖുർആൻ ഉണ്ടാകുമല്ലോ, അതിലേക്ക് നോക്കണം. കേൾക്കാൻ കഴിയുമല്ലോ, ടേപ്പ് റിക്കാർഡിലൂടെ ഖുർആനിന്റെ ഓത്തിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ അവര് നാവ് കൊണ്ട് ഓതാൻ പാടില്ല, ഖൽബ് കൊണ്ട് ഓതട്ടെ. മിൻ ഗൈരി തലഫുളിൻ ബിലിസാനിഹി, നാവ് കൊണ്ട് മൊഴിയണ്ട. എന്നാലും ഖുർആനിനോടുള്ള ആത്മബന്ധം പോകരുത്, അത് കുറയാൻ പാടില്ല. ആ ഖുർആനിനോട് ബഹുമാനക്കേടാണ് അത് കേൾക്കുമ്പോ സംസാരിക്കൽ. അതൊരു വിഷയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കും. നമ്മൾ ഒരു കയ്യിൽ കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ വെക്കും, ആ കട്ടൻ ചായ അവിടെ വെക്കും.